ഇപ്പം നരേന്ദ്രമോദി ഇപ്പം വലിയൊരു ആളായതുകൊണ്ട് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനല്ല. ഒരു കുടുംബത്തിൽ ഒരു ഗൃഹനാഥൻ നല്ല രീതിയിൽ ആ കുടുംബത്തെ നയിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹത്തിനെ മാതൃകയാക്കി എടുത്തൂടെ? അതെ, അദ്ദേഹത്തിന് നമുക്ക് വണങ്ങിക്കൂടെ? അവിടെ എന്താ ഒരു തെറ്റ്? ടെലിവിഷനിൽ ഇന്ദിരാഗാന്ധിയെ കാണിക്കുകയാണ്. അപ്പം അവർ അവിടെ എന്തോ എനിക്ക് വന്ന് എന്തോ അറാംകോ കമ്പനിയുടെ എന്തോ ഒരു കമ്പനിയുടെ എങ്ങാണ്ട് ഇതിന് അവിടെ വരുന്നെന്ന് പറഞ്ഞു. അപ്പം അവർ പറഞ്ഞ വളരെ ആത്മാർത്ഥമായ കാര്യങ്ങൾ പറഞ്ഞു. എനിക്കെന്തോ അറിയില്ല. അന്നേരം എൻ്റെ വായിൽ അങ്ങ് വന്നുപോയി. ഞാൻ പറയും എന്ത് ചെയ്യാനാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഏറിയ 10 നാൾ ഇവരുടെ വിശ്വസ്തരായ അംഗരക്ഷകരാൽ അവർ വധിക്കപ്പെടും. ഞാനങ്ങ് എന്തോ എനിക്ക് തോന്നി, എനിക്കങ്ങ് പറഞ്ഞു പോയി. ഞാനിങ്ങനെ പൂജയെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനായിട്ട് മിസ്സിലോട്ട് എന്നപ്പോൾ കാണാം ഇരുന്നവരെല്ലാം ഇല്ലേ വലിയ ഗുണ്ട വരുമ്പം പേടിച്ചെണ്ണീറ്റ് ഓടത്തില്ലേ, മാറത്തില്ലേ എന്ന് പറഞ്ഞ പോലെ പാത്രമൊക്കെ ഭക്ഷണമൊക്കെ എടുത്തുകൊണ്ട് മാറിപ്പോകുന്നു. അപ്പം ഞാൻ ഇതെന്തെങ്ങനെ, അപ്പം മലപ്പുറത്തുള്ളൊരു കാക്കയാണ്. അപ്പം ഞാൻ എന്തൊക്കെ ഇവർക്കൊക്കെ സംഭവം, എന്ത് പ്രശ്നം എന്തോ? എടാ പകയ, നീ എന്തോ അന്ന് വന്ന് പറഞ്ഞിട്ട് പോയാൽ ഇന്നത്തെ ദിവസം എത്രയാണെന്ന് പറയാം. നീ പറഞ്ഞത് ടി വിയിൽ ഭാഗം പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി. ടി വിയാണ് ഇന്ദിരാഗാന്ധി മരിച്ചു. നമസ്കാരം. കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം. ധാരാളം പ്രവചനങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇന്ന് ഒരു പ്രവചനം, ആ പ്രവചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിന് എന്നോടൊപ്പം കൂടിക്കാഴ്ചയിലുള്ളത് ശ്രീ എൻ സുദർശനനാണ്. കൊല്ലം ആശ്രാമം സ്വദേശിയാണ്. ഇദ്ദേഹം നമ്മൾ നേരിട്ടിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി പ്രവചിച്ചിട്ടുള്ളയാളാണ്. കൊറോണ മഹാമാരി മുതൽ, പ്രളയം മുതൽ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിലെത്തുമെന്ന് 90കളുടെ ആദ്യത്തിൽ തന്നെ പ്രവചിച്ചിരുന്ന വ്യക്തി കൂടിയുമാണ്. നമുക്ക് അദ്ദേഹവുമായി കൂടുതൽ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം. സ്വാഗതം ശ്രീ സുദർശൻജി. എന്താണ് നമ്മുടെ ഈ പ്രവചനങ്ങൾ ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട്. താങ്കളുടെ പ്രവചനത്തിൻ്റെ സ്വഭാവം എന്താണ്? അതിൻ്റെ അടിസ്ഥാനം എന്താണ്? എൻ്റെ പ്രവചനത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ, ഞാൻ വളരെ ദാരിദ്ര്യത്തിൽ ജീവിച്ചൊരു വ്യക്തിയാണ്. അപ്പം എൻ്റെ അമ്മ ശ്രീകൃഷ്ണ ഭക്തയാണ്. ആ അമ്മയുടെ ഭക്തിയും ആ കഷ്ടപ്പാടുകളൊക്കെ കണ്ട് വളർന്നവനാണ്. അപ്പം അങ്ങനെ വളർന്ന ഞാൻ ഓട്ടോമാറ്റിക്കലി എനിക്കും ഒരു വിശ്വാസം ഓട്ടോമാറ്റിക്കലി വന്നു. ഞാനൊരു കൃഷ്ണഭക്തനാണ്. ആശ്രാമം ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു നിറഞ്ഞ ഭക്തനാണ്. അദ്ദേഹത്തിൻ്റെ പല സമയങ്ങളിലും ചെറുപ്രായം മുതൽ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ചില അനുഗ്രഹങ്ങൾ, ചില മുഹൂർത്തങ്ങൾ എനിക്കുണ്ടാവാറുണ്ട്. അപ്പം ആദ്യം ഒന്ന് പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞല്ലോ വിശപ്പുകൾ സഹിച്ചാണ്. നല്ല വിശപ്പുകൾ വന്നപ്പോൾ അതിനെ തരണം ചെയ്യാൻ മാർഗം ഒരു വ്രതമാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ആ വ്രതം നോറ്റ് അതെനിക്കൊരു സുഖമായി തോന്നി. ഭക്തിയെ ഞാൻ വളരെ ആഴത്തിൽ കാണാൻ ശ്രമിച്ചു. അപ്പം പിന്നെ എന്താണ് മനുഷ്യൻ, എന്താണ് ഭൂമി, എന്താണ് ലോകം, എന്താണ് പ്രപഞ്ചം, ഈ സൂര്യനൊക്കെ എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ആകാംക്ഷ എനിക്കത് പഠിക്കുക ചെറുപ്രായം മുതലോ. പക്ഷെ ആരോടും ഞാൻ പറയാറില്ല. കാര്യം പറഞ്ഞാൽ എല്ലാവരും കളിയാക്കും. അപ്പം ഞാൻ അഗാധമായി ചിന്തിക്കാൻ തുടങ്ങി. എല്ലാ ദൈവങ്ങളെയും, ഇപ്പം കൃഷ്ണനായാലും അള്ളാഹ് ആയാലും യേശു ആയാലും അവരെല്ലാം ഞാൻ ഒരുപോലെ പള്ളിയിലെല്ലാം പോയി പ്രാർത്ഥിക്കും. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇവിടെ നടന്നുകൊണ്ടിരുമ്പോൾ വിദേശത്ത് പോയി, സൗദി അറേബ്യയിലായിരുന്നു. ആ സൗദി അറേബ്യയിലുള്ള എൻ്റെ ജീവിതമാണ് എന്നെ ആഴത്തിലോട്ട് ചിന്തകൾ എത്തിച്ചു തുടങ്ങിയത്. ഞാനൊരു ജ്യോത്സ്യനൊന്നുമല്ല. ജ്യോത്സ്യനെ ഞാൻ ഇതുമായിട്ട് പറയുന്നില്ല, ജ്യോത്സ്യനല്ല. പക്ഷേ എൻ്റെ ധ്യാനവേളയിൽ, ധ്യാന സമയങ്ങളിൽ, എൻ്റെ ചിന്തയിൽ എനിക്കുണ്ടാവുന്ന ചില മുഹൂർത്തങ്ങൾ, ചില വെളിപാടുകളാണ് എനിക്ക് കിട്ടുന്നത്. അത് എൻ്റെ മനസ്സിലിങ്ങനെ വരുന്നു. അങ്ങനെ 1984 സൗദി അറേബ്യയിൽ റൂമിൽ എൻ്റെ പ്രാർത്ഥന സമയത്ത് എൻ്റെ മനസ്സിൽ പല കാര്യങ്ങൾ തെളിഞ്ഞു വന്നു. പക്ഷേ അതൊന്നും ഞാൻ കാര്യമാക്കത്തില്ല, വെറുതെ ഒരു ഇതാണ്. അങ്ങനെ ഞാൻ മെസ്സിൽ ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പം കുറേ സുഹൃത്തുക്കളൊക്കെ ഭക്ഷണം എന്നെക്കാൾ, ഞാൻ പൂജ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാനാണ് ചെല്ലുന്നത്. അപ്പോൾ അവരെല്ലാവരും കൂടെ എന്നെ കണ്ട് കയറിയിരിക്കുന്നു പറഞ്ഞപ്പം നോക്കിയപ്പോഴും കാണാം ഇന്ദിരാഗാന്ധിയുടെ ടെലിവിഷനിൽ ഇന്ദിരാഗാന്ധിയെ കാണിക്കുകയാണ്. അപ്പം അവർ അവിടെ എനിക്ക് വന്ന് അറാംകോ കമ്പനിയുടെ എന്തോ ഒരു കമ്പനിയുടെ എങ്ങാണ്ട് ഇതിന് അവിടെ വരുന്നെന്ന് പറഞ്ഞു. അപ്പം അവർ പറഞ്ഞ വളരെ ആത്മാർത്ഥമായ കാര്യങ്ങൾ പറഞ്ഞു. എനിക്കെന്തോ അറിയില്ല. അന്നേരം എൻ്റെ വായിൽ അങ്ങ് വന്നുപോയി. ഞാൻ പറയും എന്ത് ചെയ്യാനാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഏറിയ 10 നാൾ ഇവരുടെ വിശ്വസ്തരായ അംഗരക്ഷകരാൽ അവർ വധിക്കപ്പെടും. ഞാനങ്ങ് എന്തോ എനിക്ക് തോന്നി, എനിക്കങ്ങ് പറഞ്ഞു പോയി.
അപ്പോൾ അത് അത്ര കാര്യമായിട്ട് എടുത്തില്ല. നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് പോരുന്നു. ഞാൻ ദിവസമൊന്നും എണ്ണയില്ല, കുറച്ച് ദിവസം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. ഒരു ദിവസം ഞാനിങ്ങനെ പൂജയെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനായിട്ട് മിസ്സിലോട്ട് എന്നപ്പോൾ കാണാം ഇരുന്നവരെല്ലാം ഇല്ലേ വലിയ ഗുണ്ട വരുമ്പം പേടിച്ചെണ്ണീറ്റ് ഓടത്തില്ലേ, മാറത്തില്ലേ എന്ന് പറഞ്ഞ പോലെ പാത്രമൊക്കെ ഭക്ഷണമൊക്കെ എടുത്തുകൊണ്ട് മാറിപ്പോകും. അപ്പം ഞാൻ ഇതെന്താ ഇങ്ങനെ, അപ്പം മലപ്പുറത്തുള്ളൊരു കാക്കയാണ്. അപ്പം ഞാൻ എന്തൊക്കെ ഇവർക്കൊക്കെ സംഭവം, എന്താ പ്രശ്നം, എന്തോ എടാ പഹയ നീ എന്തോ അന്ന് വന്ന് പറഞ്ഞിട്ട് പോയാ, ഇന്നത്തെ ദിവസം എത്ര എന്ന് പറയാം, നീ പറഞ്ഞതോ ടി വിയിൽ ഭാഗം പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി ടി വി ആണ് ഇന്ദിരാഗാന്ധി മരിച്ചു. നീ എന്തൊരു വാക്കാ പറഞ്ഞത്? അന്ന് ഞാൻ ആഹാരം കഴിച്ചില്ല അവിടെ. ഞാൻ അപ്പോഴേ ഞാൻ പോയി. എനിക്ക് ഭയങ്കര വേദനയായി. 1.5 മാസം വരെ ഞാൻ ഒരു കാര്യങ്ങളും ചിന്തിക്കാതെ ഞാൻ കഴിച്ചു കൂട്ടി. പിന്നെ എൻ്റെ മനസ്സിനകത്തിരുന്ന ആരോ പറയുന്നു ധ്യാനം നടത്ത്. അങ്ങനെ ഞാൻ വീണ്ടും വ്രതവും ദാനവും തുടങ്ങി. പക്ഷേ ആർക്കും, എൻ്റെ സുഹൃത്തുക്കൾക്കറിയാം ഞാൻ എന്തോ ഇരുന്ന് എഴുതുന്നു, അപ്പോഴും പ്രാർത്ഥനയാണ്, പൂജയാണ് എന്നൊക്കെ പറയാം. പക്ഷേ അത്ഭുതങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഇപ്പം ധ്യാനമാണ് ഈ പ്രവചനങ്ങളുടെയൊക്കെ എൻ്റെ അതായത് അത് എനിക്ക് മാത്രമൊന്നുമല്ല, എല്ലാ വ്യക്തികൾക്കും പറ്റും. പക്ഷേ നാളെ സാധിക്കാമെന്ന് പറഞ്ഞിട്ട് നടക്കത്തില്ല. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പം മുതൽ രക്തത്തിളപ്പുള്ള സമയം മുതലാണ് നമ്മളിലുള്ള വികാരങ്ങളും കാമങ്ങളും ഒക്കെ നിൽക്കുന്ന സമയത്ത് വേണം വ്രതത്തെ ആരാധിക്കേണ്ടത്, ഈശ്വരനെ അറിയേണ്ടത്. അല്ലാതെ നമ്മളിതെല്ലാം കഴിഞ്ഞ് തോന്നിവാസമെല്ലാം നടത്തി വെച്ചിട്ട് നമ്മൾ ഈശ്വരനെ ധ്യാനവും ഈശ്വരനെ ശല്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. നമ്മുടെ രക്തത്തിളപ്പ് സമയത്താണ് നമ്മൾ ധ്യാനവും ദൈവത്തിനെയും ദൈവികമായി നമ്മൾ ചിന്തിക്കേണ്ടതും നമ്മൾ സമൂഹ നന്മയെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. ഇപ്പോൾ താങ്കളുടെ ഇപ്പോൾ ഇന്ദിരാഗാന്ധി വധ സമയത്ത് തന്നെ താങ്കൾ ഈ ഒരു പ്രവചനം തുടങ്ങിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അടുത്ത കാലത്തായി നമ്മുടെ കൊറോണ വ്യാപനവും അതുപോലെ തന്നെ കേരളത്തെ ബാധിച്ച 2018 പ്രളയവും ഒക്കെ പ്രവചിക്കുമ്പോൾ താങ്കളുടെ ഈ ദീർഘകാലത്തെ അനുഭവത്തിൽ നിന്നും അതിൻ്റെ ഒരു ആക്യുറസി എത്രത്തോളമാണ്? അത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ അത് എനിക്ക് വളരെ അത്ഭുതകരമായിട്ടാണ് തോന്നുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എനിക്ക് സംഭവിക്കുന്നുണ്ട്, പക്ഷേ എന്തുകൊണ്ടിത് പിന്നെ മറ്റുള്ളവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട്. ഈ ഇന്ദിരാഗാന്ധിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ലക്നൗകാരൻ മുഹമ്മദ് അഷ്ബാഖ് എന്ന് പറഞ്ഞ ഒരു ഞങ്ങളുടെ ലീഡർ, ഞങ്ങളുടെ സീനിയർ, അദ്ദേഹത്തിൻ്റെ മുഹമ്മദ് അഖ്ലാഖ് എന്ന് പറയുന്ന സഹോദരനായിട്ട് എൻ്റെ റൂമിൽ വന്നിട്ട് പറഞ്ഞു, ബ്രദർ എന്ന സംഭവമായിരുന്നു. ബ്രദർ അപ്പോൾ ഞാൻ വന്നപ്പം ചന്ദ്രൻ പ്രാർത്ഥിക്കുകയാണ്. അവർ മാറി നിന്ന് അവർ പറഞ്ഞു, ബ്രദർ എനിക്കൊരു കാര്യം അറിയണം, എൻ്റെ കൈ നോക്കണം. ഞാൻ കൈനോട്ടക്കാരനല്ല. കാര്യം ഇന്ദിരാഗാന്ധിയുടെ കാര്യം പറഞ്ഞത് ഫലമായതിൻ്റെ പേര് ഞാൻ കൈനോട്ടക്കാരനല്ല, എന്നെ അങ്ങനെ ആക്കരുത്. ഇല്ല ബ്രദർ, എൻ്റെ ഭാവി ഒന്ന് പറയണം. ഞാൻ 15 കൊല്ലം ഇവിടെ വന്നിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളുണ്ട്, ഞാൻ ഒന്നും എനിക്ക് ആരുടെ ഒന്നും ഇങ്ങോട്ട് പറയുന്നത്, ഞാൻ ഒരാളുടെ പിടിച്ചെടുത്തിട്ട് പറയുന്നത് എനിക്കിഷ്ടമല്ല. അവരുടെ കാര്യം ഒന്ന് നോക്കണം, ഞാൻ ഒന്നും പറയണ്ടെന്ന് പറയും. എനിക്കൊന്നും അത് കേൾക്കുന്ന ഇഷ്ടമല്ല. ഞാൻ പറയും അവിടെ ചരിത്രങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് പറയും. എനിക്കത് തോന്നണം. എപ്പോഴും അങ്ങനെ ഞാൻ തോന്നിക്കാറുമില്ല. എനിക്ക് അങ്ങനെ നമ്മൾ ദൈവത്തിനെ ശല്യപ്പെടുത്താൻ പാടില്ല. നമുക്ക് അത് ഒരു മുഹൂർത്തം, ഒരു സമയമുണ്ട്. അത് അനുഭവസ്ഥർ ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ സംഭവങ്ങളെല്ലാം നോക്കി മിഴി അടച്ച് ധ്യാനിച്ച പ്രപഞ്ചത്തെ ഗ്രഹങ്ങളിലെത്താം, പല കാര്യങ്ങളിലോട്ട് എത്താൻ കഴിയും. അതിപ്പം എനിക്ക് വളരെ ഈസിയായിട്ട്, ഞാൻ അത്രയും കഷ്ടപ്പെട്ട് എൻ്റെ പേരിൽ ഞാനൊന്നും മിഴി അടച്ചാൽ, അതുകൊണ്ട് കൂടുതൽ ഞാൻ മിഴി അടയ്ക്കാറും ഇല്ല, കുറവാണ്. കാര്യം മിഴി അടച്ച അപ്പോഴേ ഗ്രഹങ്ങൾ പല പ്രപഞ്ചത്തിൻ്റെ മറ്റ് കാര്യങ്ങളാണ് എന്നിലോട്ട് കടന്നു വരുന്നത്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൂമ്പാരം പോലെ വരികയാണ്. അത് നമ്മളങ്ങനൊന്നും മിസ്യൂസ് ചെയ്യാറില്ല. അങ്ങനെ ഇവർ പറഞ്ഞ് എൻ്റെ ഭാവി കാര്യം അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു, അല്പം ഇരിക്കാൻ പറഞ്ഞിരുന്നു. ഞാൻ ധ്യാനിച്ച് നോക്കിയപ്പോൾ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒട്ടും വൈകാതെ നിങ്ങൾ കടൽ കടന്നു പോകും. ഇവർ രണ്ടുപേരോടെ ചിരിച്ചു. അട്ടകസ് ഞാൻ പറഞ്ഞു, സ്റ്റോപ്പ് ചെയ്യാം, മിണ്ടരുത്. ഞാൻ ഹിന്ദി അറിയാം. അങ്ങനെ ഹിന്ദിയിൽ പറഞ്ഞു, മേലാൽ ഞാൻ എന്തെങ്കിലും പറയാൻ നിശബ്ദനാണ്, ചിരിക്കരുത്. എന്താ ചിരിച്ചേ? ഭായി എൻ്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ല, ഞാൻ പിന്നെ എങ്ങനെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ നാട്ടിൽ പോകുന്നത്? ഞാൻ പറഞ്ഞ്, താങ്കൾ നാട്ടിൽ പോവും, താങ്കൾ അവിടെ അരിക്കച്ചവടം തുടങ്ങും, 4 വാഹന വണ്ടി വാങ്ങും, നിങ്ങളുടെ പോകുമ്പം സാമ്പത്തിക ഭദ്രത ഉണ്ടാവും, നിങ്ങൾക്ക് 2 ഇരട്ട പെൺകുട്ടികൾ ജനിക്കും. ഇത്രയും ഞാൻ പറഞ്ഞപ്പം പുള്ളിക്ക് എന്തോ ഒരു ഭായി, ഞാൻ എന്ത് വേണം, അങ്ങനെ ഇത്രയും നാളിനുള്ളിൽ ചുരുങ്ങിയ സമയം എങ്ങനെ ഞാൻ പോകും? ഞാനൊരു വഴി പറഞ്ഞു, അവിടെ ഹജ്ജിന് പോകാനായിട്ട് വണ്ടിയുണ്ട്, GMC വണ്ടിയുണ്ട്. അത് ഈ സൂക്കിൽ ചെന്ന് ലേലം പിടിക്കാം. അപ്പം ഇവർ ഡെൻഡറും പെയിൻറ്ററും അന്യം ചേട്ടനും. അപ്പോൾ പോയി നിങ്ങൾ
ആ വണ്ടി ലേലത്തിൽ പിടിച്ചു കൊണ്ടുവന്ന് വൃത്തിയാക്കി നിങ്ങൾ ഹജ്ജിന് പോകുന്നവർക്ക് സുഡാനികളൊക്കെ യമനികളൊക്കെ അത് വാങ്ങും, അത് സെയിൽ ചെയ്യാൻ പറഞ്ഞു. രാവും പകലും അധ്വാനിച്ചു, കണ്ടവനെ അധ്വാനിച്ചു, നമ്മുടെ മിടുക്കൊണ്ടല്ല, അവർ അധ്വാനിച്ച് അവർ പൈസ ഉണ്ടാക്കി. ഒരു ദിവസം അവർ എൻ്റെ മുന്നിൽ എൻ്റെ റൂമിൽ വന്നിട്ട് പറഞ്ഞു, ബ്രദർ ഇത്രയും പൈസയുണ്ട്, ഞാൻ നാട്ടിൽ പോട്ടെ. അപ്പോൾ ധൈര്യമായിട്ട് പൊക്കോളാൻ പറയും. അങ്ങനെ അനിയനെ എൻ്റെ അടുത്ത് അനിയൻ്റെ കാര്യങ്ങൾ നോക്കണം. അങ്ങനെ അങ്ങേര് നാട്ടിൽ പോയി റേഷൻ കട തുടങ്ങി. ഏതോ ഒരു അന്നത്തെ ഒരു ബസ് ലോറി അല്ലെ DCM എന്തോ ഒരു വണ്ടി ഉണ്ടല്ലോ, അതെടുത്തു. പിന്നെ 2 ഭാര്യ കല്യാണം കഴിഞ്ഞിട്ട് 15 കൊല്ലത്തോളമായിരുന്നു, പക്ഷേ കുട്ടികളില്ലായിരുന്നു, 2 പെൺകുട്ടികളുണ്ടായി. അങ്ങനെ ഇരുന്നപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്ക് പിന്നെ ഒറീസക്കാരൻ റഹീം, അബ്ദുൽ റഹീം എന്ന് പറഞ്ഞപ്പോൾ കൂടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇയാൾക്ക് അതികഠിനമായ തലവേദനയാണ്. അപ്പം ഈ തലവേദന സഹിക്കാൻ വയ്യാതെ എല്ലാവരെയും പോയിട്ട് തോർത്തുകൊണ്ട് കെട്ടാൻ പറയും. അങ്ങനെ കെട്ടി, ഞാൻ പറയും കെട്ടരുതിങ്ങനെ, ചെയ്യരുതങ്ങനെ. അവസാനം എൻ്റെ അടുത്ത് കൊണ്ട് പെടച്ചൊരു ദിവസം കിടന്ന് പെടച്ചോടി എൻ്റെ റൂമിൽ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് എന്നെ, അതെനിക്ക് പറയാൻ ഇപ്പം അദ്ദേഹം ഒരു മുസ്ലിമാണ്, പക്ഷേ ഇപ്പം നമ്മൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ അത് പറയുന്നില്ല. അത് എന്നോട് ഞാൻ പറഞ്ഞത് പാടില്ല, അത് വേണ്ട, അല്ലാതെ ഞാൻ ശരിയാക്കി തരാം. അത് അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസമാണ്, അതിനാരും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, അദ്ദേഹത്തിൻ്റെ വിശ്വാസം. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു എന്തോ എനിക്കറിയില്ല, എൻ്റെ ധ്യാനം കഴിഞ്ഞ് ഞാൻ അവിടെ ഇരിക്കാൻ പറഞ്ഞു, നിലവിളിക്കരുതും, പതുക്കെ കരഞ്ഞോളാൻ പറഞ്ഞു, വേദനയില്ല അവന്. അങ്ങനെ ഇരുന്ന് ഞാൻ ധ്യാനത്തിൽ കൂടെ നോക്കിയപ്പോഴത്തേക്ക് എനിക്കൊരു രൂപം തന്നു, അത് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ആ തോർത്തെടുത്ത് ഞാനൊന്ന് ചെറുതായിട്ട് കെട്ടി. അത് അവൻ്റെ ഒരു വിശ്വാസത്തിന് വേണ്ടി, അത് കെട്ടിയാൽ മാറുമെന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിന് എടുത്ത് കെട്ടിക്കൊടുത്തു. കെട്ടിയിട്ട് ഞാൻ നോക്കിയപ്പം ഒരു ഭാഗത്തൊരു ചെറിയ കുഴപ്പമുണ്ട്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഒരു നീർച്ചായ നരമ്പിന്, അതായത് നമ്മൾ പലതും ദൈവം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് ഒരു ഡോക്ടർ വരെ അംഗീകരിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. എനിക്കറിയില്ല, ഒരു സുഹൃത്തിൻ്റെ വൈഫിന് ഇങ്ങനൊരു വേദന ഉണ്ടപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്ത് ആ അസുഖം ഇന്നതുകൊണ്ടാണ് എന്ന് സ്കാനിങ് ഒക്കെ നടത്തിയിട്ടും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പ്രൊഫസർ എങ്ങനെയും പറഞ്ഞു അത് തന്നെ അസുഖം കറക്റ്റായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ പയ്യൻ്റെ ഈ നരമ്പിന് ഒരു നീർച്ചായ ഉണ്ടായിട്ട് അത് വീങ്ങി അടുത്ത നരമ്പിനെ തട്ടിയാണ്, അങ്ങനെയാണ് ആ വേദന ഉണ്ട്. അപ്പം ഞാനതിന് ചെറിയ പരിപാടികളൊക്കെ ചെയ്ത്, പക്ഷേ ആ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പം എന്നെയും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞിട്ടാണ് പോയത്. കാര്യം വേദന പോയി, പിന്നെ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ പിരിയുന്നിടം വരെ ആ വേദന ഉണ്ടായിട്ടില്ല. അങ്ങനൊരു സംഭവമുണ്ട്. പിന്നെ അതിന് ശേഷമാണ് ഈ നാട്ടിലുള്ള പലരുടെയും അനുഭവങ്ങൾ അവർ ഈ പറഞ്ഞതുപോലെ. പിന്നെ ഞാനൊരു കാര്യമുണ്ട്, ഈ പറയുന്ന ഈ സൗദി അറേബ്യ ഉണ്ടല്ലോ, സൗദി അറേബ്യയിലേക്ക് പോകുമ്പോൾ അതൊരു മതരാഷ്ട്രമാണ്. അവർ മതത്തെ അല്ലാതെ ഇപ്പോൾ ഈ പറയുന്ന താങ്കൾ പറയുന്ന പോലെ ചന്ദനത്തിരി കത്തിക്കുക, ഫോട്ടോ വെച്ച് ആരാധിക്കുക, ഇതൊക്കെ അവിടെ വലിയ കുറ്റമാണ്. താങ്കളുടെ ധ്യാനത്തെ ഈ സൗദി അറേബ്യൻ സാഹചര്യങ്ങൾ എങ്ങനെയാണ് പ്രോത്സാഹിപ്പിച്ചത്? എൻ്റെ ശരീരം കണ്ടോ, ഇത് നിങ്ങൾ കാണുന്നു, ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് ദൈവികമായ സമയങ്ങളിൽ ആ സൗദി അറേബ്യയെക്കുറിച്ച് പറയുമ്പം എനിക്ക് അപാരമായ ഒരു ഭക്തിയുണ്ട്. എൻ്റെ പെറ്റമ്മ ഇവിടെ ആണെങ്കിൽ പോറ്റമ്മ സൗദിയാണ്. കാരണം നിങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരു വിവാഹ ആൾക്കാരാണ് അവർ ഹൃദയത്തിന് നല്ല സ്നേഹബന്ധമുള്ള നല്ല ഉടമയായി ഞാൻ എഴുതി വച്ചിരുന്നു. ഒരു നാൾ സൗദി അറേബ്യയിലെ കാര്യങ്ങൾ മനസ്സിലാക്കി വളരെ വിശാലമായ ആ ജനതയ്ക്ക് ജീവിക്കാൻ സാഹചര്യം ഒരുക്കുന്ന ഒരാൾ അവിടുത്തെ ഭരണകർത്താവും. അതിപ്പോൾ സംഭവിച്ചില്ലേ? അതേ കണക്ക് തന്നെ സൗദി അറേബ്യയിലെ രാജാവിന് ഉന്നത ബഹുമതികൾ അദ്ദേഹത്തെ തേടിയെത്തും. അദ്ദേഹം ചില പ്രശ്നങ്ങൾക്ക് ഇടപെടേണ്ടി വരും, അങ്ങനെ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം എൻ്റെ ജീവിതത്തിൽ എൻ്റെ 16 കൊല്ലത്തെ എൻ്റെ സൗദി അറേബ്യയിലെ ജീവിതം എനിക്കെൻ്റെ ഭാരതം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമ്മൾ അവരുടെ മതത്തെ എന്നല്ല, നമ്മുടെ മതം അങ്ങനെ ഉണ്ട്, നമ്മൾ ഒന്നും വ്രണപ്പെടുത്താൻ പാടില്ല. എൻ്റെ അടുത്ത് ഇത്രയും വർഷമായിട്ട് ഞാൻ അവിടെ ജീവിച്ച് എൻ്റെ അറബിയുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഞാൻ ഉമ്മി എന്നാണ് വിളിക്കുന്നത്, വലത് എന്ന് പറഞ്ഞാൽ മോനെന്ന് പറയും. അപ്പോൾ അവരുടെ സ്നേഹത്തിൻ്റെ മുന്നിൽ എനിക്കിവിടെ എന്ത് നടന്നാലും ഞാൻ അവരെ ഓർക്കുന്നത്. എനിക്ക് ഇത്ര കണ്ട് സ്നേഹം തന്ന് എന്നോട് ഇത്ര കണ്ട്, അതാണ് കാരണം ഓരോ അറബികൾ എനിക്ക് അവിടുത്തെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള തിരുവനന്തപുരത്തും കൊല്ലത്തൊക്കെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവർക്കൊക്കെ അറിയാം എൻ്റെ ബന്ധങ്ങളെന്ന്. കാരണം വെച്ചാൽ അത്രയും വലിയ പ്രിൻസുകളൊക്കെ ആയിട്ട് ഞെറ്റം പറഞ്ഞാൽ ബില്ലാദൻ്റെ ഒരു ബന്ധു പോലും എൻ്റെ ഏറ്റവും ഒരു സുഹൃത്തായിരുന്നു. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പം അദ്ദേഹം എനിക്ക് ഇവിടെ വരാനായിട്ട് പെട്ടി വാങ്ങിത്തരുന്ന സാധനങ്ങൾ അദ്ദേഹമാണ് വാങ്ങിത്തരുന്നത്. അദ്ദേഹത്തിൻ്റെ മർസിഡീസ് ബെൻസ് താക്കോൽ എൻ്റെ കൊണ്ട് തന്നിട്ട് 7.5 വർഷം എൻ്റെ അടുത്തായിരുന്നു. അങ്ങനെയുള്ള ബന്ധങ്ങളും സ്നേഹങ്ങളുണ്ട്. പക്ഷേ അവിടെ ഇങ്ങനെ ഇല്ല. എൻ്റെ അടുത്ത് ഒരിക്കൽ പോലും ഒരു അറബി പോലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല നീ ഹിന്ദുവാണ്, നീ മാറുന്നില്ല, അല്ലെങ്കിൽ നീ മുസ്ലിം, ഒന്നും പറഞ്ഞിട്ടില്ല.
സത്യം പറയുന്നത്. പക്ഷേ നിങ്ങളെല്ലാം അറിയേണ്ടുന്നതായ ഒരു സത്യമുണ്ട്, അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ലോകത്ത് ഞാൻ കണ്ടതിൽ വെച്ച്, എല്ലാവരും പറയുന്ന അവർ വിഡ്ഢികളും മണ്ട ഒന്നുമല്ല, ലോകത്ത് ഞാൻ കണ്ടതിൽ വെച്ച് മനസ്സലും നല്ല മനുഷ്യത്വത്തിൻ്റെ ഉടമയുള്ളവരാണവർ. മനസ്സിലായില്ലേ? ഞാനിവിടെ 84 ഏപ്രിൽ മാസം ഞാൻ അവിടെ ചെന്നിറങ്ങുന്നു. വ്യാഴാഴ്ച ഇവിടുന്ന് കയറുന്നു, വെള്ളിയാഴ്ച വെളുപ്പിന് അവിടെ ചെല്ലുന്നു. ഈ 10-28 പേരുള്ള കൂട്ടത്തിൽ ഞാനൊരു ഹിന്ദു, ഒരു മലയാളി, ബാക്കി എല്ലാവരും നമ്മുടെ ഇന്ത്യക്കാർ തന്നെ, പല ഇടത്തുള്ള ആൾക്കാർ. അതിൽ ലക്നൗകാരനായ ഒരാൾ, ഒരു അമിതാഭ് ബച്ചനെ പോലെ ഹൈറ്റുള്ള ഒരാളാണ്. അപ്പോൾ ഇയാൾ വന്നിട്ട് എൻ്റെ ബൈ, എനിക്കല്ല ഹിന്ദി അറിയാം, അതിൻ്റെ ബൈ ഞങ്ങളെല്ലാവരും പള്ളിയിൽ പോകാൻ പോകണം, ഞങ്ങളെല്ലാം പോയതിന് ശേഷം ബാത്റൂമിൽ പോയാൽ മതി, എല്ലാത്തിനും പോയാൽ മതി, അതുവരെ പോകരുത്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി. അപ്പോൾ ഞാനിങ്ങനെ അവിടെ താഴെ ഇങ്ങനെ ഇരുന്ന് വന്നതില്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു വിഷമവും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ഈ ഇരുന്നപ്പോൾ ഇയാൾ വന്ന് തട്ടിയിട്ട് ഇങ്ങനെ, നീ എന്തിനാ ഇവിടെ വന്ന് എടുത്തു ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ എന്തിനാ വന്നത്, നീ എന്തിനാ വന്നത്? അപ്പം പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാൽ, ഇതെനിക്ക് പറയുന്നതിന് ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ ഒരു പക്ഷേ ആ വ്യക്തി ഇത് കേട്ടാൽ ഇന്നെനിക്ക് ദുഃഖം ഉണ്ടായുള്ള കാര്യത്തിൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ അയാൾ എന്നെ ഒരുപാട് മാനസികമായിട്ട് ഒരുപാട് വിഷമം പോയി. കാരണം നീ എന്തിനാ വന്നത്? ഞാൻ ആദ്യം ഒന്നും മിണ്ടിയില്ല, പിന്നെയും പല്ലും തേച്ചുണ്ടോ വന്നാൽ ചോദിക്കും, പിന്നെയും വന്ന് ചോദിച്ച് ഒന്നും മിണ്ടില്ല, കാല് കൊണ്ട് എന്നെ തട്ടിയിട്ട് ചോദിച്ചു എന്താ നീ ഇവിടെ വന്ന്. അപ്പം എനിക്ക് എൻ്റേതായ ഇത്, ഞാനും ഒരു ഭാരതീയനാണ്, കേരളീയനാണ്. അപ്പം അങ്ങനെ വന്ന് എൻ്റെ ദേഹത്ത് തട്ടിയിട്ട് ചോദിക്കേണ്ട ആവശ്യം എന്താണ്? ഞാൻ മാന്യമായ തരത്തിൽ കൂടെ നല്ലത് പറഞ്ഞു. അതൊരു വിഷയമായപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് വരുമ്പം ഞാൻ ക്ഷമ ചോദിക്കണം. ഞാൻ പറഞ്ഞു ചെയ്യില്ല, ക്ഷമ ചോദിക്കില്ല, തെറ്റവനാ ചെയ്തേ, അവനെപ്പോലെ ഞാനും വന്ന്, ഇത് മറ്റൊരു രാജ്യമാണ്. അവൻ ചോദിച്ചത് നിങ്ങൾക്ക് ജീവിക്കാൻ ഇന്ത്യയുണ്ട്, ഇന്ത്യയിൽ പോയി ജീവിച്ചോളാം, അത് പറയാൻ പാടുണ്ടോ? അവൻ്റെ ദേഹത്ത് തട്ടിയിട്ടു. അപ്പം ഞാൻ ഇച്ചിരി മോശമായി തന്നെ സംസാരിക്കും, ഹിന്ദി അറിയുന്നതിന് ഇച്ചിരി നല്ല രീതിയിൽ തന്നെ സംസാരിച്ചു. അപ്പം ഇവർ പള്ളിയിലൊക്കെ പോയിട്ട് പോകുമ്പോൾ ഞാൻ എല്ലാം റെഡിയായി, ചന്ദനത്തിരിയും കുത്തി. അന്ന് തന്നെ എനിക്ക് അതിനകത്ത് അവിടെ അവർ മനുഷ്യരല്ലേ, അവരുടെ ഭാഗത്തുനിന്നൊരു തെറ്റ് അല്ലെങ്കിൽ അവർ പറയണം ചെയ്തു. അവരൊരിക്കൽ പോലും എൻ്റെ അറിവ് എൻ്റെ സുഹൃത്തുക്കൾക്കറിയാം, എൻ്റെ അറിവ് വന്ന് നോക്കുമ്പോൾ ഞാൻ ചന്ദനത്തിരിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ട പറയും എന്നെ ദർശൻ എന്നാ വിളി, ദർശൻ സ്ഥല ചെയ്യുക, അവനെ ശല്യപ്പെടുത്തലും. ഇത് വലിയ മനസ്സല്ലേ, ഇതൊരു വലിയ മനസ്സല്ലേ? ആ ഒരു മനസ്സെന്ന് പറഞ്ഞാൽ അവരെ വണങ്ങണം. ഞാൻ അതുകൊണ്ട് അവരുടെ അടുത്ത് വലിയ കാര്യമാണ്. ഈ നരേന്ദ്രമോദിയുടെ ഈ പ്രധാനമന്ത്രി പദം താങ്കൾ പ്രവചിച്ചത് 90കളിലാണ്. ആ സമയത്തൊന്നും നരേന്ദ്രമോദിയെക്കുറിച്ച് ആർക്കും അറിയുക പോലും ഉണ്ടാവില്ല. പറഞ്ഞു സാർ. അപ്പോൾ അതെങ്ങനെയാണ് ആ ഒരു അനുഭവം എങ്ങനെയാണ് താങ്കൾക്ക് കിട്ടിയത്? ഈ ഒരു ഉന്നതമായ ഒരു പദവിയിലേക്ക് അദ്ദേഹം വരുമെന്ന്. ഇതിന് നല്ല ചോദ്യം. കാരണം ഇതൊക്കെ വേണം. കാരണം ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ്. കാരണം എനിക്കത് അപാരമായ സന്തോഷമുണ്ട്. കാരണം എൻ്റെ ജീവനും പ്രാണനുമായ എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു. ഒരുപാട് സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ ഗുജറാത്തുകാരനായ ഒരു സുഹൃത്തുണ്ട്. 84 ഓർത്തോണം, 1984. അപ്പം പുള്ളിയുടെ കയ്യിൽ ഈ ഗുജറാത്തി ബുക്കുകൾ കൂട്ടുകാരൊക്കെ കൊടുക്കും. അപ്പം നമുക്ക് ഈ വായന ശീലങ്ങളൊക്കെ ഒത്തിരി ഇഷ്ടമായതിൻ്റെ നമുക്കങ്ങനെ കിട്ടാറില്ല. കൈ കിട്ടുന്ന എന്തെങ്കിലും വായിച്ചില്ലെങ്കിലും പടങ്ങൾ നോക്കും. അങ്ങനെ നോക്കിയപ്പോൾ ഇദ്ദേഹം അന്ന് അങ്ങനെ ഇരിക്കുകയല്ല. പക്ഷെ എന്തോ ഒരു എല്ലാവരെ നിന്നും വ്യത്യസ്തമായ എടുപ്പ് അല്ലെ തലയെടുപ്പെന്ന് പറയാം. ഇപ്പം ഇദ്ദേഹം അന്നേരം നിൽക്കുന്ന കണ്ടത്, ഇങ്ങനെ നിൽക്കുന്ന ഞാൻ കണ്ടേ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്ന RSS ആണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ പറഞ്ഞു, അദ്ദേഹം അന്ന് എനിക്ക് തോന്നുന്നു നിക്കറെന്തോ ആയിരുന്നു ഇട്ടത്, എന്തോ സംഭവമായിരുന്നു, സംശയമുണ്ട്, ആണെന്ന് തോന്നുന്നു. അപ്പം ഇദ്ദേഹത്തിന് അന്ന് നല്ല പ്രസരിപ്പോടെ ഒരു ചെറുപ്പമല്ല. ഞാൻ പറഞ്ഞു ഇദ്ദേഹം എന്തോ സംഭവം. അപ്പം പറഞ്ഞു ഇദ്ദേഹം ആരാ അവിടുത്തെ നിങ്ങളെ? അപ്പോൾ പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ കാണാൻ ഇയാൾ ഈ പേര് വായിച്ചപ്പോൾ ഞാൻ അന്തം വിട്ടു. ഞാൻ പറഞ്ഞു ഇത്രയും വലിയ പേരോ? ഞാൻ പറഞ്ഞത് ഇത്രയും വലിയ പേര് വരുന്നത് അത് അവരുടെ കുടുംബത്തിൻ്റെ എല്ലാവരും കൂടെ ചേർത്ത്. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയൊന്നുമില്ല, ഒറ്റ പേര് അതേ ഉള്ളൂ. അങ്ങനെ അവർ പറഞ്ഞ അല്ല, അതാണ് അവരുടെ കുടുംബത്തിൻ്റെ എല്ലാം. ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ ഒന്നുകൂടെ നോക്കിയപ്പോഴത്തെ എനിക്ക് ഒരാളുടെ ഫോട്ടോ കണ്ടാൽ മതി, ചിത്രം കണ്ട ഒരാളെ കാണുന്നതിലും ഇങ്ങനെ കാണുന്നതെല്ലാം എനിക്ക് ഒന്നാണ്. ഒരാളുടെ മുഖം കണ്ടാൽ അവരുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഗ്രഹിക്കാൻ കഴിയും എന്ന് പറഞ്ഞ് നോക്കിയപ്പം ഒരു കിന്നരി ഉണ്ടല്ലോ നമ്മുടെ കടകളിലൊക്കെ ഇങ്ങനെ വെയിലടിക്കുമ്പോൾ ഇങ്ങനെ മിന്നുമല്ലോ എന്ന് പറഞ്ഞ പോലെ ഒരു ചെറിയ തിളക്കം ഈ മുഖത്ത് എന്തോ അപ്രതീക്ഷിതമായിട്ട് തോന്നി. അപ്പം ഞാൻ പറഞ്ഞ് ബായ് ദാണ്ടേ ഇയാൾ നിങ്ങളെ ഭരിക്കും, മാത്രമല്ല ഇദ്ദേഹം നമ്മളെല്ലാവരും ഭരിക്കും. 5 കൊല്ലം മുതൽ 15 അല്ലെങ്കിൽ 20 കൊല്ലം ഭരിക്കും.
എൻ്റെ ഹൃദയത്തെ എനിക്ക് ഭയങ്കരമായ അഭിമാനമുണ്ട്. ഇങ്ങനൊരു സംഭവം എനിക്കിവിടെ ഇങ്ങനൊരു അവസരം ഞാൻ നോക്കിയത് എനിക്ക് പറയാൻ കഴിഞ്ഞത്. എനിക്കതിനകത്ത് വേദനയാണ്. ഇത്രയൊക്കെ എഴുതി വെച്ചിട്ട് ഇത് എൻ്റെ ഭാര്യയ്ക്ക് അറിയാവുന്ന കാര്യം. എൻ്റെ ഭാര്യ എൻ്റെ ഒരു ബന്ധുവെന്ന് അതിനറിയാം. അതാണ് എനിക്ക് എഴുതി തരുന്നത്. 84 മുതൽ എന്തായാലും എൻ്റെ കല്യാണം കഴിഞ്ഞ് 86 തൊട്ട് അതാണ് എഴുതി തരുന്നത്. അപ്പോൾ അതിന് വലിയ വേദനയാണ്. അപ്പം എന്തൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ടോ അതെല്ലാം അത് ആണ് അതിനറിയാം. അങ്ങനെ ഞാൻ പറഞ്ഞു ഇദ്ദേഹം എന്നെ 5 മുതൽ 15 അതിന് താല്പര്യമാണെങ്കിൽ അദ്ദേഹത്തിന് 20 കൊല്ലം ഭരിക്കും. അന്ന് ഞാൻ പറഞ്ഞു ഇവിടെ അന്ന് എനിക്ക് തോന്നുന്ന BJP ഒന്നും ഇതിലില്ല, ഇവിടെ ഇല്ല. അന്ന് ഞാൻ പറഞ്ഞു ഒരു നാൾ ഇവിടെ ഇതിനകത്ത് പഴയ എൻ്റെ ഫയലുണ്ട്. ഒരു നാൾ BJP വൻ ഭൂരിപക്ഷത്തിൽ ഇവിടെ വന്നിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പം ഞാൻ ദാണ്ട ലേറ്റസ്റ്റായിട്ട് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സുരേഷ് ഗോപി ഇപ്പോഴല്ലേ ഇങ്ങനെയൊക്കെ ആയത്. ഇപ്പം സുഖമാണ് അദ്ദേഹത്തിന് എൻ്റെ ജ്യേഷ്ഠ തുല്യനാണ്. എനിക്ക് ഒരുപാട് ബഹുമാനമുള്ള ഒരാളാണ്. ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്ന 96-ലാണ്. ആ സ്നേഹബന്ധം ഞങ്ങൾ ഇപ്പോഴും നിലനിർത്തുന്നത് എൻ്റെ ചേട്ടനാണ്. അതേ കണക്ക് തന്നെ ഗോപൻ എന്ന് പറയാം, അദ്ദേഹവും എൻ്റെ ചേട്ടന് തുല്യമാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ അണ്ണ ഞാൻ ഈ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇദ്ദേഹം എപ്പോഴും പറയും സുദർശൻ ഇത് ആരെങ്കിലും കാണിക്കുക, എന്തെങ്കിലും ചെറിയൊരു പുസ്തകമാക്കുക, ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ. ഞാൻ ഒന്ന് വേണ്ടെന്ന് അതൊക്കെ ആവട്ടെ. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ അടുത്തൊരു ദിവസം എവിടെ ഒരു ചാനൽ എവിടെ കണ്ടാൽ എവിടെയാണെന്ന് തോന്നുന്നു എവിടെ കൊടുക്കുക അല്ലെങ്കിൽ ബുക്കാക്കാമെന്ന് പറഞ്ഞെങ്കിൽ ഇത് ഓർഡറാക്കി എനിക്ക് തരുമെന്നാണ് ചോദിച്ചത്. ഇനി കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇദ്ദേഹത്തിന് 2012 ഇതെല്ലാം കൂടെ കൊടുത്തു. പക്ഷേ പുള്ളിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്, ഖണ്ഡകാവ്യങ്ങളും ഭയങ്കര തിരക്കുള്ള മനുഷ്യൻ. അദ്ദേഹം എനിക്ക് 2014 എനിക്കത് പൂർത്തിയാക്കി തരാൻ പറ്റുള്ളൂ. അത് ഇരിപ്പുണ്ട്. അപ്പോൾ അദ്ദേഹം എഴുതിയ കാര്യങ്ങൾ അദ്ദേഹം വിളിക്കും. ഓരോ ചാനലിലും കാര്യങ്ങൾ ഓരോന്ന് വരുമ്പോൾ പുള്ളി വിളിക്കും, എന്തോ സുദർശൻ എഴുതിയ കാര്യങ്ങളാണ്. അതേ കണക്ക് തന്നെ കൊറോണയുടെ കാര്യം. ഞാൻ മാധ്യമത്തിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, വ്യക്തികളെയും ഞാൻ പറയുന്നില്ല, കാരണം അവരൊക്കെ നല്ലൊരു സുഹൃത്തുക്കളാണ്. പക്ഷേ അടൂർ സാറിൻ്റെ സിനിമയിൽ ഞാൻ 2007 ഒരു വേഷം ചെയ്തു. അപ്പോൾ 2006 ഞാൻ ഇതും കൊണ്ട് ഞാൻ ഒരു മാധ്യമത്തിൽ ചെന്നു. അപ്പോൾ പുള്ളിക്കാരൻ ഇത് വായിച്ച് നോക്കുമ്പോൾ പുള്ളിക്ക് അത്ഭുതം തോന്നി. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, ഇതൊക്കെ എങ്ങനെ എഴുതാൻ പറ്റി? ഞാൻ പറഞ്ഞത് എനിക്ക് അങ്ങനെ വരുന്നു സാർ. അപ്പോൾ എങ്ങനെ അത് സംഭവം? ഞാൻ പറഞ്ഞു ഇച്ചിരി ദൈവീകവും കാര്യങ്ങളുണ്ട്. അങ്ങനെ പുള്ളി മേടിച്ച് വെച്ച് ഒരു 18 മാസം കഴിഞ്ഞപ്പം പുള്ളി പറഞ്ഞു ഇവിടെ അത് എഴുതാൻ, ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് എഴുതാൻ ഒരു ആൾ കിട്ടുന്നില്ല, അവർക്കെല്ലാം ഭയം. ഞാൻ പറയാം ഇനി തന്നേരം സാർ മേടിച്ചു. അദ്ദേഹം ഇപ്പോൾ കൊറോണ എന്ന് പറഞ്ഞ സംഭവം വന്നില്ലേ, അപ്പം അദ്ദേഹത്തിന് ഞാൻ നല്ലൊരു മനുഷ്യനായതുകൊണ്ടാണ് ഒരു പക്ഷേ ഇങ്ങനൊരു അണു ഉണ്ടായെന്ന് ഒരു ദിവസം തന്നെ രാത്രി ഒരു 11 മണിയാണ് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ് പക്ഷേ ഇങ്ങനൊരു അണു വന്ന കാര്യം അറിഞ്ഞോ? ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അന്ന് നമുക്കൊന്നും അറിയത്തില്ലേ, നിങ്ങൾക്കൊക്കെ അറിയുള്ളൂ. ആദ്യം ഞങ്ങൾക്കറിയാമല്ലോ. ഞാൻ പറയില്ല, അറിഞ്ഞില്ല, അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നും പറയാൻ പുള്ളി നെറ്റിൽ നിന്ന് അതെടുത്ത് വായിച്ച് എന്നെ കേൾപ്പിച്ചെന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞ 1982 ഇത് ഒരു കാര്യം കണ്ട് എഴുതി അമേരിക്കക്കാരനെ കണ്ട് ഇത് പുസ്തകമാക്കി. ഞാൻ ചെയ്ത വർഷം 82. അപ്പം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഞാൻ അത് ഇംഗ്ലീഷ് ബുക്ക് നമുക്കങ്ങനെ എവിടെയെങ്കിലും വായിക്കാൻ കിട്ടും, അല്ല നമുക്ക് അങ്ങനെയുള്ള അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞാൽ സാരമില്ല, ഞാനത് കഴിഞ്ഞല്ലേ എഴുതിയത്, നമുക്കതിനെപ്പറ്റി ഗ്രാഹ്യമില്ല, അത് പോട്ട് സാരമില്ല. അപ്പം ഇങ്ങനെ എഴുതി. അപ്പം പുള്ളി പറഞ്ഞത് അങ്ങനല്ലെന്നുണ്ടെങ്കിൽ ലോകത്ത് ഇങ്ങനൊരു അണുവിനെക്കുറിച്ച് എഴുതിയ ഏക വ്യക്തി ഞാനാണ്. അപ്പോൾ ഇത് കൊടുത്ത പല വ്യക്തികളും ഇതൊന്നും തിരിച്ചു തന്നിട്ടില്ല. പലരുടെയും കയ്യിലുണ്ട്. പക്ഷേ അത് വായിച്ച് നോക്കിയിട്ട് അവരെല്ലാം അമ്പരക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട് ഈ കൊറോണ വന്നില്ലേ, ഇത് അവരെല്ലാം വായിച്ചിട്ടുള്ളത്. അവരെല്ലാം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അയ്യോ ഇതൊരു വലിയ കഷ്ടമായി പോയില്ലേ, ലോകത്തിലെ ഏറ്റവും ഭാരതത്തിന് കിട്ടേണ്ടുന്ന അംഗീകാരമല്ലേ ഇതൊരു. പക്ഷേ ഈ മാധ്യമക്കാർ ആരെങ്കിലും ഒന്ന് പ്രസിദ്ധീകരിച്ചിരുന്നുവെങ്കിൽ ഇതിന് ബദലായിട്ടുള്ളൊരു മെഡിസിൻ ഇവിടെ കണ്ടുപിടിച്ചാണ് ഇല്ലേ. അതിൻ്റെ തൂവലും ഭാരതത്തിന് കിട്ടും. എനിക്ക് വേണ്ട, എനിക്ക് നമ്മുടെ ഭാരതത്തിന് കിട്ടുക എന്നുള്ളതാണ് ലക്ഷ്യം. അത് എന്തെല്ലാം കാര്യങ്ങൾ ഇതിനകത്തുണ്ട്, ഞാൻ എഴുതി വെച്ച എന്തെല്ലാം കാര്യങ്ങൾ. ഈ സൂര്യനെക്കുറിച്ചുള്ള താങ്കളുടെ നിരീക്ഷണങ്ങൾ, പ്രത്യേകിച്ചും ഇപ്പോൾ ഇന്ത്യ സൂര്യനെക്കുറിച്ച് പഠിക്കാനായി ഒരു ഉപഗ്രഹമൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ തന്നെ താങ്കൾക്ക് അതിനെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് കേട്ടു. അതെങ്ങനെയാണ്? എനിക്ക് ഇങ്ങനൊരു മുഹൂർത്തം സത്യത്തിൽ പറഞ്ഞാൽ എൻ്റെ ഹൃദയം പെട്ടയ്ക്കുകയായിരുന്നു, ഒരുപാട് വേദനിക്കുകയാണ്. അത് സുസാറിനോട് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു തരും, ഈ ഗോവൻ ചേട്ടനോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. കാരണം അതുപോലെ തന്നെ ഒരു മധുസാറുണ്ട്, അദ്ദേഹമാണിത് ഇപ്പോൾ എല്ലാം ഇംഗ്ലീഷിലോട്ട് ആക്കിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹമാണ് എല്ലാം ഇംഗ്ലീഷിൽ ഇതിൻ്റെ എല്ലാം അദ്ദേഹം വായിച്ചിട്ട് അദ്ദേഹം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പിന്നെ ഏതോ അംഗീകാരങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം നല്ലപോലെ ഇംഗ്ലീഷിൽ അത് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കൊക്കെ അത് ഒരു അത്ഭുതമായിട്ട് തോന്നി. കാരണം പലതും വന്നു കഴിഞ്ഞു, കൊറോണ ഈ ജലം എല്ലാം വന്നു കഴിഞ്ഞു, പല പ്രശ്നങ്ങളും മോദി സാറിൻ്റെ എല്ലാ കാര്യങ്ങളും നടന്നു. പക്ഷേ
പിന്നെ അന്യഗ്രഹ ജീവിയുടെ വന്നു, പിന്നെ ഈ ഫിൽറ്റർ ചെയ്താൽ കുടിക്കാൻ പറ്റുന്ന ജലം, ചൊവ്വേല പ്രശ്നങ്ങൾ, ജലമുണ്ടെന്ന് ഇതെല്ലാം ഞാൻ പറഞ്ഞു, എല്ലാം വന്നു, ഇനിയൊന്നും ഇല്ല. അപ്പോൾ ഇതെങ്കിലും ഞാൻ പറഞ്ഞാൽ ഇതെങ്കിലും ഒന്ന് ജനങ്ങളെ അറിയിക്കണം. എൻ്റെ ഹൃദയമെല്ലാം പൊടിഞ്ഞ് തകർന്നു പോകും. എനിക്ക് സഹിക്കത്തില്ല. എനിക്ക് ഈ ജന്മത്തിൽ ഞാൻ പിന്നെ ഇനി ഞാൻ ഒന്നും എഴുതത്തില്ല. ഞാൻ അവസാനം പറയും, ഇത് ഇനി ഒന്നും ഞാൻ എഴുതത്തില്ല, ഇനി ഇനി ചിന്തിക്കത്തുമില്ല. ഒരു പ്രോത്സാഹനം കിട്ടുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു 10-15 കൊല്ലത്തിന് മുമ്പേ എനിക്കൊരു പ്രോത്സാഹനം തന്നിരുന്നെങ്കിൽ ഞാൻ ഇതൊന്നും ആയിരുന്നില്ല. തുറന്ന് പറയും. എനിക്ക് അങ്ങനൊന്നും എനിക്ക് നേടണ്ട. എന്നെ അറിയാവുന്ന ഓരോ വ്യക്തികളെ നിങ്ങൾക്ക് അന്വേഷണം നടത്താം. അവരെ ചോദിച്ചു നോക്കുക, ഞാൻ എന്താണ് എന്നെക്കുറിച്ചെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. അവരുടെ അത്ഭുതങ്ങൾ അവർ പറയും എന്നിൽ എന്താണെന്നുള്ളത്. കാരണം അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കുന്നു. ഇതൊന്നും നമ്മുടെ മിടുക്കുകൊണ്ടല്ല, അവരുടെ കഴിവും കൊണ്ടാണ്. അല്ലാതെ നമ്മുടെ മിടുക്കൊന്നും നമ്മൾ ഒരിക്കലും പറയില്ല. നമ്മൾ ദൈവം തരുന്ന ധ്യാനമാണ് ആ ഒരു അന്നം. അത് നമ്മൾ. താങ്കളുടെ ഈ ധ്യാനത്തിൽ സൂര്യൻ എന്താണ് ഈ പറയുന്ന? എനിക്ക് സൂര്യൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ആ സൂര്യൻ എന്ന് കേൾക്കുമ്പം തന്നെ എനിക്ക് വളരെ മമതയാണ്. ഞാൻ ഹൃദയത്തോടടുപ്പിച്ചാണ് ഞാൻ സദാസമയം ഞാൻ ആനന്ദം കാണുന്ന ആ സൂര്യൻ്റെ ആ മടിത്തട്ടിൽ ഉറങ്ങിയാണ് ഞാൻ ആനന്ദം നേടുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന സൂര്യനെയാണ്. കാര്യം എനിക്കറിയില്ല, അത് എൻ്റെ കുഞ്ഞിലെ മുതലുള്ള ആ ഒരു ഭക്തി കൊണ്ടായിരിക്കാം. പക്ഷേ എനിക്ക് അവിടെ ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും ആ സൂര്യനിൽ ഞാൻ ധ്യാനത്തിൽ കൂടെ ഉറങ്ങും. അവിടെ ഞാൻ എത്തി ഞാൻ അവിടെ കിടക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ അതുകൊണ്ട് സൂര്യൻ്റെ സംഭവം എന്ന് പറയുന്നത് നമ്മളാരും കാണുന്നത് ഒന്നുമല്ല സംഭവങ്ങൾ. സൂര്യൻ്റെ പതനം ഇപ്പോഴൊന്നും നടക്കാനും പോകുന്നില്ല. ഓരോരുത്തരൊക്കെ കാണുന്നുണ്ട്, ഇതൊന്നും അല്ല സംഭവം. അത് സംഭവിക്കും, പക്ഷേ ഇപ്പോഴതൊന്നുമല്ല. സൂര്യൻ സംഭവിക്കുന്നതിന് മുമ്പേ തന്നെ സൂര്യൻ ഭൂമിയോടടുത്ത് ഭൂമി ഇല്ലാതെ വരികയാണ്. ഈ ഭൂമി ഒരു നാൾ മറ്റ് ഗ്രഹങ്ങൾക്ക് മറ്റുള്ളതിനും ഒരു വളമായി മാറും, പ്രകാശം കൊടുക്കുന്ന ഗ്രഹം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒഴുകി ഒരുമാതിരി ആവും ഭൂമി. ഇപ്പോഴൊന്നും നടക്കില്ല, അതിനൊക്കെ കാലങ്ങളുണ്ട്. സൂര്യൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന വിദ്യുശക്തി, ഇത് നമ്മൾ ഒരൊറ്റ വിദ്യുശക്തി എന്നും പറഞ്ഞില്ലേ കാണുന്നത്, ഒരു കറണ്ട്. പക്ഷേ ഇതല്ല, സൂര്യനകത്ത് നിന്ന് വരുന്നതൊന്നുമല്ല. ഇതിനേക്കാൾ വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഒരു ഏട് മതി കാലങ്ങളോളം നമുക്ക് പലതും പ്രവർത്തിക്കാൻ കഴിയുന്ന, മനസ്സിലല്ലേ? അപ്പം സൂര്യനുള്ളിൽ നിന്നും സദാസമയം ഒരു കരിവണ്ട് മൂളുന്ന മാതിരി ഒരു ശബ്ദം വരും എന്ന് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് സത്യമായ കാര്യം തന്നെയാണ്. പിന്നെ മാത്രമല്ല, ഇതിനകത്തുള്ള ശബ്ദ തരംഗങ്ങൾ ഒരു ശരിക്കും പറഞ്ഞ ഒരു സംഗീത ലോഹം പോലാണ് അതിനുള്ളിൽ. പിന്നെ അതിനുള്ളിൽ എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ തീ കുണ്ടങ്ങൾ, അതൊന്നും സൂര്യന് പുറത്തു വരുന്നില്ല, എല്ലാം അത് ആവാഹിച്ച് തന്നെ എടുക്കുകയാണ്. അതിനെല്ലാം ഭയാനകമായ ഭൂകമ്പങ്ങൾ പോലാണ് അവിടെ സംഭവിക്കുന്നത്. അപാരമായ പൊട്ടിത്തെറി നടക്കുന്നുണ്ട്, ഒഴുകുന്ന ഇതാവുന്നുണ്ട്. പക്ഷേ സമുദ്രം, കടൽ പോലുള്ള രീതിയാണ് അവിടെ സംഭവിക്കുന്നത്. അതിനകത്തുള്ള, അതായത് നമ്മുടെ കോൺകോഡ് ഫ്ലൈറ്റ് ഉണ്ടല്ലോ, അത് മണിക്കൂറിൽ എത്രയോ കിലോമീറ്റർ അതിഭയങ്കരമായ ഭൂമിയിൽ ഏറ്റവും വലിയ ശബ്ദതരംഗം ഉണ്ടാക്കുന്ന ഒരു ഫ്ലൈറ്റല്ലേ എന്ന് പറഞ്ഞ പോലുള്ള അതിൻ്റെ പോലുള്ള ശബ്ദങ്ങൾ, ഇരുമ്പ് നമ്മുടെ ലോഹം ഷീറ്റുകളില്ലേ മറിക്കുന്ന പോലെയും അങ്ങനെയൊക്കെയുള്ള ശബ്ദങ്ങൾ അതിനകത്ത് സദാ ഉണ്ടാകും. ഭയാനകമായ ഭയപ്പാടുണ്ടാക്കുന്ന ശബ്ദങ്ങളുണ്ട്. പിന്നെ മാത്രമല്ല, സൂര്യനിൽ നിന്ന് പ്രസരിക്കുന്ന അണു, ഇത് നമ്മളിപ്പോൾ സൂര്യനകത്തോട്ട് കയറി ഏത് വസ്തു ചെന്നാലും അതിനെ ഇല്ലാതാക്കും. അത് ഉറപ്പ്. പക്ഷേ അതിൽ നിന്നുണ്ടാവുന്ന വിപത്ത് ഭൂമിക്ക് നിസ്സാരമായിരിക്കത്തില്ല. അത് അപാരമായ ഒരു സംഭവം തന്നെ. അതുകൊണ്ടാണ് ഞാൻ എഴുതി വച്ചിരുന്നത്, ചൈന ഇങ്ങനെ ഒരു കൃത്രിമ സൂര്യനെയും കൃത്രിമ ചന്ദ്രനെയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആരെടുത്ത് പറയാനാണ്? ഞാൻ എൻ്റെ വേദന കൊണ്ട് എഴുതി വെച്ച് ഞാൻ ഒരിക്കലും ലോകരാജ്യങ്ങൾക്ക് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ഇത് എഴുതിയിട്ടിരുന്നു, ഒരിക്കലും അനുവദിക്കരുതും. കാരണം അവർ ഈ കാണിക്കുന്ന തെറ്റ് ഈ ഭൂമിക്ക് തന്നെ വിപത്തുണ്ടാക്കും. കാരണം ഈ കാർഷിക വിളവുകൾക്കെല്ലാം വ്യത്യസ്തമായ ഈ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഔഷധമായിട്ടാണ് സൂര്യനിൽ നിന്ന് കിട്ടുന്ന ആ ചൂട് കൃത്രിമമായിട്ടുണ്ടാക്കുമ്പോൾ ഈ ഭൂമിയിൽ ഈ വളർന്നു വരുന്നതും ഈ മുളച്ച് വരുന്നതിനൊക്കെ വ്യത്യസ്തമായ ഇത് വരും. മനുഷ്യനെല്ലാം പ്രശ്നങ്ങൾ വലുതാണ്. അവർക്ക് സ്കിന്നിന് പ്രശ്നം വരും, ജീവജാലങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും, മൃഗാദി വൃക്ഷങ്ങൾക്കെല്ലാം പ്രശ്നങ്ങൾ വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊക്കെ അവിടെ നിന്നുണ്ടാകുന്നു. പക്ഷേ സൂര്യനിൽ നിന്നെന്ന് പറഞ്ഞാൽ എല്ലാം ശരിയായ രീതി, നമ്മൾ പച്ചയായ മനുഷ്യൻ ഇറങ്ങി പുറത്ത് നിന്നാലും നമുക്കൊന്നും സംഭവിക്കുന്നില്ല, അല്ലേ? നമുക്ക് ഗുണമേ കിട്ടുന്നുള്ളൂ. അപ്പം സൂര്യനുള്ളിൽ നമ്മളെയൊക്കെ അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള അതിഭയങ്കരമായ ഭയാനകമായ
സത്യങ്ങൾ ഉറഞ്ഞു കിടക്കുന്നത്. മാത്രമല്ല ഈ ഭൂമിക്കും ഈ എല്ലാ മനുഷ്യന് വരെ ഗുണവും പ്രയോജനപരവുമായ ഔഷധങ്ങൾ പോലുള്ള വസ്തുക്കളും നമുക്കതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം. ഈ നരേന്ദ്രമോദിയുടെ അടക്കമുള്ള ഒരു പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് പ്രവചനത്തിൽ ഉൾപ്പെട്ടത് കൊണ്ട് ചോദിക്കുക, വ്യക്തിപരമായുള്ള രാഷ്ട്രീയ സ്വാധീനമാണോ അത്തരം പ്രവചനങ്ങൾക്ക്? ഇല്ല, ഒരിക്കലും അല്ല. അത് നമുക്ക് അങ്ങനെ പറയരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രവചനം നടത്തുമ്പോൾ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു മതത്തിനെയോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിനോ നമ്മൾ സപ്പോർട്ട് ചെയ്ത് പറയാൻ പാടില്ല. നമുക്ക് കാണുന്നതേ പറയാൻ പറ്റൂ. അല്ല, താങ്കളുടെ ഉള്ളിൽ, എൻ്റെ ഉള്ളിൽ അല്ല, എനിക്ക് അങ്ങനെ ഞാൻ നല്ലതിനെ നല്ലതെന്ന് പറയും. ഇപ്പോൾ ഉള്ളത് പറഞ്ഞാൽ ഏതിന് നല്ലതിനെ നമ്മൾ നല്ലത് പറയണം, എങ്കിലേ നമ്മളുടെ സത്യസന്ധത നിലനിൽക്കൂ. ഇപ്പം നരേന്ദ്രമോദി ഇപ്പം വലിയൊരു ആളായതുകൊണ്ട് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു, അങ്ങനല്ല. ഒരു കുടുംബത്തിൽ ഒരു ഗ്രഹനാഥൻ നല്ല രീതിയിൽ ആ കുടുംബത്തെ നയിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹത്തിനെ മാതൃകയാക്കി എടുത്തൂടെ? അതെ, അദ്ദേഹത്തിനെ നമുക്ക് വണങ്ങിക്കൂടെ? അവിടെ എന്താ ഒരു തെറ്റ്? അദ്ദേഹം നമുക്കൊരു വഴികാട്ടിയല്ലേ എന്നതുപോലെ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് അദ്ദേഹത്തിനോട് അമിതമായ ഒരു പ്രേമമൊന്നുമില്ല. അദ്ദേഹം രാജ്യ സുരക്ഷതയ്ക്ക് വേണ്ടി, രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ അദ്ദേഹം കഷ്ടപ്പെടുന്നു, അധ്വാനിക്കുന്നു. അദ്ദേഹം 5 പൈസ ഉണ്ടാക്കുന്നതായിട്ട് എനിക്കറിയില്ല, അദ്ദേഹം നേരെ ആഹാരം കഴിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹത്തിനടുത്ത് പറഞ്ഞില്ലേ, എല്ലാവർക്കും ഉള്ള പോലെയുള്ളൊരു ഇതുണ്ട്. പക്ഷേ എനിക്കൊരാഗ്രഹമുണ്ട്, അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇത് നിങ്ങളെ കൊണ്ടെങ്കിലും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ അദ്ദേഹത്തിന് കൊടുക്കാനൊരു എഴുത്ത് എഴുതി വെച്ചിട്ടുണ്ട്, മലയാളത്തിലാണ്. ഇനിയിപ്പോൾ മധുസാറിൻ്റെ കൊടുത്തിട്ട് അത് ഇംഗ്ലീഷ് അങ്ങനെ സൂസാർ ചെയ്ത് തരാമെന്ന് പറഞ്ഞു കൊടുത്തിട്ട്. അപ്പോൾ അത് ആക്കിയെങ്കിൽ അദ്ദേഹത്തിന് അയക്കണം. കാര്യം എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. പിന്നെ ഇതിപ്പം സാർ ചോദിച്ചല്ലോ, നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ ഇന്നോ ഇന്നലെ അല്ല ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് കണ്ടത്. അതാദ്യം മനസ്സിലാക്കണം. കാരണം ഇത് ഏതാണ്ട് പിന്നെ വർഷങ്ങൾ കുറേ ആയി. എൻ്റെ 84, 85, 86 കാലഘട്ടത്തിലെ കഥ ഞാനീ പറഞ്ഞു. അന്ന് ഇദ്ദേഹം ഒരു പയ്യനെ പോലെ ഒരു മാതിരി ചെറുപ്പം ഇതായിട്ടെങ്കിലും ഇതായിട്ടാണല്ലോ. പക്ഷെ അന്ന് എൻ്റെ മനസ്സിൽ, എൻ്റെ മിഴിയിൽ കണ്ടത്, ഞാനിത് കണ്ടപ്പോൾ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. ഒരു ഇച്ചിരി സാമാന്യം തെറ്റില്ലാത്തൊരു ഫോട്ടോ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അന്ന് ഞാനത് വിധി പറഞ്ഞു. അപ്പം അത് വിധി പറഞ്ഞു, കറക്റ്റ് എന്ന് പറഞ്ഞ്. അതുപോലെ തന്നെ പിന്നെ വാജ്പേയി പിന്നെ അദ്ദേഹം പാകിസ്ഥാൻ്റെ നവാസ് ഷെരീഫ് അല്ലേ, അദ്ദേഹത്തിനെ പോയി കെട്ടിപ്പിടിച്ചു. കെട്ടിപ്പിടിച്ച് നല്ല കാര്യമാണ്, സുഹൃത്ത് ബന്ധം നല്ലത് തന്നെ. പക്ഷേ ഇത് ഞാൻ ടി വിയിൽ കാണുകയാണ്. ഞാൻ ഒന്ന് മിഴി അടച്ചു, ഇത് അപാരമായ സംഭവമാണ്. അപ്പോഴും തന്നെ ഞാനത് പേപ്പർ എടുത്തെഴുതി വെച്ചു. ഞാൻ എഴുതി വെച്ചു, ഈ കെട്ടിപ്പിടുത്തം ഇതിൻ്റെ പുറകിലെന്തോ മാരകമായ പ്രശ്നങ്ങൾ നടക്കാൻ പോകുന്നു. യുദ്ധം നടന്നില്ലേ, കാർഗിൽ യുദ്ധം നടന്നില്ലേ, സംഭവിച്ചില്ലേ? അതൊന്ന്. പിന്നെ ഇന്ത്യയുടെ പ്രധാന ഭാഗം പിന്നെ തീവ്രവാദികളെ ആക്രമിക്കപ്പെടും എന്ന് പറഞ്ഞു. ഇന്ത്യ പാകിസ്ഥാനെ തരിപ്പണമാക്കും. ഇതൊക്കെ താണ്ട ഈ പഴയതായത്, ഇതിനകത്ത് ഇത് എത്രയോ വർഷം പഴക്കമുള്ള ഇതിനകത്തുണ്ട്. ഇതൊക്കെ രാസപരിശോധന ഇന്നെല്ലാം ഉണ്ട്, സംവിധാനങ്ങളുണ്ട്. അതിവിടെയൊക്കെ ഹാജരാക്കിയ ഇതിൻ്റെ വർഷങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം വെറുതെ വന്നിരുന്ന് എനിക്ക് വലിയൊരാളാവണം, അല്ലെങ്കിൽ എനിക്കൊന്നും വേണ്ട, എൻ്റെ ഭാരതത്തിന് എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ ഇത് മുഖേന എനിക്കത് മതി, എനിക്കൊന്നും വേണ്ട. ഇപ്പോൾ ഈ ഭാരതത്തിൻ്റെ ഒരു സാഹചര്യം അറിയാമല്ലോ, അതിൻ്റെ ഒരു ഗതകാല പ്രൗഢി വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അയോധ്യ വരുന്നു, കാശി ഉയർത്തെണീറ്റു. ഇനി ലോകത്തിൻ്റെ മുന്നിൽ തന്നെ ഭാരതം ഒരു വലിയ ശക്തിയായി മാറി. ഇനി ഭാവിയിൽ എന്തായിരിക്കും? അത് ചോദിച്ചത് വളരെ ഇത് കണ്ട, ദേഹം കണ്ട, നിങ്ങൾ മനസ്സിലാക്കിയല്ലേ, ഇതൊക്കെ സത്യമുള്ള നിസ്സാരമല്ല. ഈ സമയത്ത് നിങ്ങൾ എൻ്റെ ശരീരത്തെ ആരെയും ഞാൻ തൊടിയത്തുമില്ല, തൊടാൻ ഉള്ള ഇതും കൊടുക്കത്തില്ല. അത് ഞാൻ ഇന്നലെ എഴുതി വെച്ചതല്ല, അതുകൂടെ ഞാൻ താണ്ടത് പറയാം. ഈ പ്രപഞ്ചത്തിൽ, ഈ ധരണിയിൽ ഭാരതം എന്നുള്ള രാജ്യമാണ് എല്ലാത്തിൻ്റെയും തേജസ്. ഈ ലോകം നിലനിൽക്കുന്നത് തന്നെ ഈ ഭാരതം ഒന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഇതിനകത്ത് ആരും തർക്കിച്ചിട്ട് കാര്യമില്ല, ആരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ചിലർക്കിത് കേൾക്കുമ്പം ഇവനെന്തെന്ന് പറയാം, ഇല്ല, സത്യം തന്നെയാണ് പറയാം. ഭാരതം എന്ന് പറഞ്ഞാൽ ആരുടെയും വരുതി നിൽക്കുന്നതല്ല, നിർത്താനും പറ്റില്ല. അതിന് ശ്രേഷ്ഠനായ ഒരു വ്യക്തി വരണമായിരുന്നു, അതിനൊരു മുഹൂർത്തം ഉണ്ടാവണമായിരുന്നു. അതിൻ്റെ തുടക്കമാണ് കുറിച്ചിരിക്കുന്നത്. ഇനി ഇതിനേക്കാൾ വലിയ രാജാക്കന്മാരാണ് ഇനി വരാനിരിക്കുന്നത്. അതുകൂടെ ഞാൻ ഇനി പറയാം. ശക്തനായ, അതായത് നരേന്ദ്രമോദി ഇന്ന് 100% നിൽക്കുന്നെങ്കിൽ 300% പവറുള്ള ആൾക്കാരും വരും. ഭാരതം ഇന്ന് ഈ പ്രപഞ്ചത്തിൽ ഭാരതമാണ് ഒരു ഏകമായി നിൽക്കുന്നതും അതിന് മറ്റുള്ള രാജ്യക്കാർ ഈ ഭാരതത്തിൻ്റെ ആ മഹിമയെ
മേന്മയെക്കുറിച്ച് ആവോളം വാഴ്ത്തുകയും ചെയ്യും, അവരത് ഉൾക്കൊള്ളുകയും ചെയ്യും. പറഞ്ഞ മനസ്സിലല്ലേ? അപ്പം ഇതിന് ഏറ്റവും ഉദാഹരണമായ ഒരു കാര്യമാണ് ഇപ്പോഴത്തെ സൗദിയിലെ രാജാവ്. അദ്ദേഹം വളരെ ദീർഘവീക്ഷണമുള്ള മനുഷ്യനാണ്. അദ്ദേഹം മോദിയുമായിട്ടുള്ള ആ ഒരു സൗഹൃദ ബന്ധം അത് വളരെ നല്ലൊരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണവും നല്ലതാണ്, ഇദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണവും നല്ലതാണ്. അവിടുത്തെ പൗരന്മാർക്ക് എന്തെല്ലാം ഗുണങ്ങളാണ് ചെയ്തു കൊടുക്കാൻ അദ്ദേഹം ഇരിക്കുന്നത്. മറ്റുള്ളവർ കാണുമ്പോൾ അദ്ദേഹം അവിടെ എന്തോ ചെയ്യാൻ പോകുന്നത്, യഥാർത്ഥ സത്യം ലോകത്തിനറിയാവുന്ന കാര്യങ്ങളാണ്. സത്യങ്ങൾ എന്നായാലും പൂഴ്ത്തപ്പെടില്ല, എല്ലാം പൊളിച്ച് പുറത്ത് വരും, അത് വേറെ സത്യം. ശരിയല്ലേ? അതെ. താങ്കൾ ഈ കാണിച്ച ഫയലുകളിൽ ഇപ്പോൾ ഈ ഒരു നാൾ എന്ന പേരിലൊരു ഒരു രൂപം അതിൻ്റെ അടിസ്ഥാനം എന്താണ്? അതിനകത്തൊരു വലിയൊരു സത്യമുണ്ട്. കാരണം ഞാൻ ദീർഘനേരം കരഞ്ഞ ഒരു ചിത്രമാണത്. അത് ഓർക്കുമ്പം എനിക്ക് എപ്പോഴും അത് താങ്ങാൻ കഴിയാത്ത വേദന വരും. കാരണം ഞാൻ മഹാദേവൻ്റെ വ്രതമെടുത്ത്, സുബ്രഹ്മണ്യ സ്വാമിയുടെ വ്രതമെടുത്ത്, അമ്മ പരാശക്തിയുടെ, എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ കൃഷ്ണനാണ്. അപ്പം ഞാൻ ഓരോ ഘട്ടമായിട്ടാണ് അമ്മ പരാശക്തി എല്ലാവരുടെയും ഇങ്ങനെ എടുക്കും. അത് കണക്ക് തന്നെ നാഗരാജാവിന് ഞാൻ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ്. കാരണം കൺകണ്ട ദൈവം, അതെല്ലാം ഒരുമാതിരിപ്പെട്ട എല്ലാ രാജ്യത്തും അതിനെ വാഴ്ത്തുകയും ആരാധിക്കുകയും ചെയ്യുന്നുണ്ട്. അത് എല്ലാവർക്കും ഒന്നും അറിയില്ല, സത്യമായ കാര്യമാണ്. അത് ഉറുദുവിൽ പാത്താളെന്ന് പറയും. അപ്പം ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ, ഞാൻ ഇതൊക്കെയാണെങ്കിൽ എൻ്റെ വയറ്റിപ്പഴപ്പിന് പോയെങ്കിലും ഞാൻ ഭൂമിശാസ്ത്രങ്ങളും പല രാജ്യത്തിൻ്റെ അവരുടെ പൈതൃകം പലതും പഠിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. ഞാനൊന്നുമല്ല, എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നും ഉള്ളൊരു വ്യക്തിയൊന്നുമല്ല. പക്ഷേ അതിനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ കഴിഞ്ഞില്ല. എനിക്ക് വായിച്ച് എടുക്കണമെന്നും പഠിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ അതിനൊരു സാഹചര്യം നമുക്കുണ്ടായിട്ടില്ല. ഇതിപ്പം ഒരു പേന കൊണ്ട് ഒരൊറ്റ ലൈനാണ്. ഇതൊരു ദിവസം മനസ്സിലിരുന്ന് എനിക്കൊരു ധ്യാനം, മഹാദേവൻ്റെ വ്രതത്തിൽ എനിക്ക് കഠിന വ്രതം, ഈ വ്രതം ഉണ്ട്. പക്ഷേ ഈ വ്രതത്തിന് പലർക്കും പല രീതി, ഇത് പലരും എൻ്റെ അടുത്ത് അത് ഞാൻ പറയാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. ഇവിടെ പല പ്രഗത്ഭരും പല വ്യക്തികളും ഇൻഡയറക്റ്റായിട്ട് പല രഹസ്യങ്ങളും സത്യങ്ങളും ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു, ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ, ഇതൊന്ന് പറഞ്ഞൂടെ? എങ്ങനെ പറയാൻ, എന്തിനു പറയാൻ, ആർക്ക് വേണ്ടി പറയാൻ? ഒരർത്ഥമില്ലാത്ത കാര്യങ്ങളാണ്. അതറിഞ്ഞിട്ട് കേട്ടിട്ട് എന്ത് ചെയ്യാനാ? ഇത് ഇന്നോ ഇന്നലെ ഉണ്ടാക്കിയെടുത്തല്ല, വർഷങ്ങളായി. എൻ്റെ യൗവന സമയം മുതൽ ഞാൻ ധവം ചെയ്ത് കൊണ്ടുവന്നതാണ്. അത് ഞാൻ നിസ്സാരമായ ഒരാളുടെ മുന്നിൽ പൊളിച്ച് കാണിച്ച് ഇതാക്കാനുള്ള, ഞാൻ തീരുമ്പോൾ അതോടെ തീരുക, അത്രയേ ഉള്ളൂ. എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ, എൻ്റെ മകളുമുണ്ട്. എൻ്റെ മോളുടെ പേര് ലക്ഷ്മിപ്രിയ എന്നാണ്, ഭാര്യ ബിന്ദു. അപ്പം അവരോട് പോലും എൻ്റെ യഥാർത്ഥ രഹസ്യങ്ങളും യഥാർത്ഥ സത്യങ്ങളും ഞാൻ പറയാറില്ല, പറയാൻ പാടില്ല. മെഴികൊണ്ട് കണ്ട സത്യങ്ങൾ ഞാൻ സാറിനോട് പറഞ്ഞ് സാറ് വിശ്വസിക്കൂ? ഒരിക്കലുമില്ല. നിങ്ങൾക്ക് കാണണം. എന്തിനാ വെറുതെ സമയങ്ങളെന്ന്? അതിനേക്കാൾ ഞാൻ അങ്ങനെ ഇരുന്നാൽ പോരാ, അങ്ങനെ ഇങ്ങോട്ട്. അപ്പം ഇത് മഹാദേവൻ്റെ കഠിന വ്രതം എടുത്തുകൊണ്ടിരുന്ന സമയം പെട്ടെന്ന് എനിക്ക് സുബ്രഹ്മണ്യൻ്റെയും വ്രതം നോക്കണം എന്ന് പറഞ്ഞ്, അപ്പോൾ അത് ഇരട്ടി കഠിന വ്രതമായി. ഉറക്കം കുറവാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മിഴികളിൽ, എൻ്റെ ചിന്തയിൽ വന്ന മാരകമായ ഒരു സംഭവമാണ് ഇപ്പം നടന്ന കൊറോണ. അതിൻ്റെയൊക്കെ വെളിച്ചത്തിലുണ്ടായി. ഇതിൻ്റെ ഇതൊന്ന് ആ പടം ഒന്ന് വീക്ഷിച്ച് നോക്കിയാൽ, ചിത്രം സൂക്ഷ്മമായിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് നോക്കിയാൽ, അതിന് 4 ചുറ്റും വെച്ച് നോക്കിയാൽ എല്ലാ യഥാർത്ഥ സത്യങ്ങൾ അതിനകത്ത് ബോധ്യമുണ്ട്. കാരണം കുഞ്ഞ് പിറന്നു വീഴുന്ന സമയത്തും അമ്മയ്ക്ക് അമ്മിഞ്ഞ കൊടുക്കാൻ കഴിയാത്ത സമയത്തും അതിന് കഴിയുന്നില്ല. അവരുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ അവരുടെ അത് പങ്കിടുന്ന സമയത്തായാലും, ഭക്ഷണം വായി വെക്കുന്നതും, അവർ മറ്റ് കാര്യങ്ങളിലോട്ട് കടക്കുന്ന സമയങ്ങളിലൊക്കെ അപ്രതീക്ഷിതമായിട്ടുണ്ടാവുന്ന ചില മുഹൂർത്തങ്ങളാണ്. അത് മാരകമാണ്. ഒന്ന് ചിന്തിക്കുക, നമുക്ക് കഴിയാത്ത മറ്റൊരാൾ കഴിയുക എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ മാനിക്കുക, അല്ലേ? അപ്പം എനിക്കിപ്പം ഞാൻ ദൈവികമായി ജീവിക്കുന്നു, എനിക്ക് കാമവും വികാരവും ഒന്നും ഇല്ല, അല്ല എനിക്കത് വേണ്ട, അല്ലെങ്കിൽ അവരത് ചെയ്യുന്നു എനിക്കത് എന്നുള്ളതൊക്കെ നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഓരോരുത്തർക്ക് ഓരോന്ന് വിധിച്ച് വെച്ചിട്ടുണ്ട്. അവർ സന്തോഷമായി ജീവിക്കുക, അവർ ജീവിക്കട്ടെ. നമുക്കിതാണ് സന്തോഷം, അവർക്ക് ആ സന്തോഷം, നമ്മുടെ സന്തോഷം ഇതാണ്. പക്ഷെ ആ മുഹൂർത്തങ്ങളിലെല്ലാം അപ്രതീക്ഷിതമായി, ഉദാഹരണം പറഞ്ഞാൽ ഒരു ഭൂകമ്പം ഉണ്ടാകുന്നു. ഒന്ന് ചിന്തിച്ച് നോക്കുക. അത് നമ്മളെ ഏറ്റവും കൂടുതൽ ധരണിയിൽ ഹൃദയമുള്ള മനുഷ്യനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഭൂകമ്പവും കടൽ കയറുന്നത്, അല്ലേ? അപ്പം ഇതിനകത്തെല്ലാം ഉണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ സകലമാന കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. സംഭവം ഇതേ ഉള്ളൂ. അത് ഏതെങ്കിലും
ഗംഭീരമായ രീതിയിലൊരു പഠനം നടത്താൻ ഏതെങ്കിലും വിദേശികളോ അല്ലെങ്കിൽ നമ്മുടെ സ്വദേശികളോ ആരെങ്കിലും മുന്നിട്ട് വന്നതെന്ന് പഠനം നടത്തി നോക്കട്ടെ. അപ്പോൾ അവർക്കത് അതിൻ്റെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. അതിന് എൻ്റെ അടുത്ത് ഇതിന് എത്രയോ എമൗണ്ട് തുക വരെ തരാൻ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരിക്കലും തരത്തില്ല. പിന്നെ ഞാനിതിൻ്റെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പലരും വന്ന് കയ്യിൽ മേടിച്ചിട്ടുണ്ട്, പല ഫോട്ടോ. ഞാൻ പറഞ്ഞു ഒക്കെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. എന്നാലും ഇതുപോലൊരെണ്ണം ഭൂമിയിൽ ഒരു മനുഷ്യനും ഒരിക്കലും വരയ്ക്കാനും പോകുന്നില്ല. എൻ്റെ അടുത്ത് ഇനി ഇത് വരയ്ക്കാൻ പറഞ്ഞാൽ എനിക്ക് വരയ്ക്കാനും പറ്റത്തില്ല. കാരണം എൻ്റെ ആ മൈൻഡിൽ വന്ന സമയത്താണ് ഞാനിത് വരച്ചത്. എന്തായാലും പ്രവചനങ്ങൾ അത് തീർച്ചയായും മനുഷ്യരാശി ഈ അടുത്ത കാലത്ത് കടന്നുപോയിട്ടുള്ള എല്ലാ പ്രതിസന്ധികളെക്കുറിച്ചും എല്ലാ നല്ല കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം പ്രവചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ധ്യാനവും അതുപോലെ തന്നെ പ്രവചനങ്ങളും മനുഷ്യരാശിക്ക് ഗുണമുണ്ടാകുന്ന രീതിയിൽ പുറത്തേക്ക് വരട്ടെ, അല്ലെങ്കിൽ അത് വികസിച്ച് വരട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ്. എന്തായാലും നമ്മോടൊപ്പം ഈ കൂടിക്കാഴ്ചയിൽ ഒത്തുചേർന്ന് ഇത്രയും വിവരങ്ങൾ പങ്കുവച്ച താങ്കൾക്ക് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. നമസ്കാരം.